മതങ്ങളെക്കുറിച്ച് അരുൺകുമാർ എന്തായിരിക്കും ഇങ്ങനെ പറയുന്നത്? നിങ്ങൾക്ക് അഹിംസ പറഞ്ഞുകൊണ്ട് ഏത് മതമാണ് നമ്മുടെ ചുറ്റും നിൽക്കുന്നത്? അഹിംസ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു മതത്തെയോ ഒരു ദൈവത്തെയോ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. ഉദാഹരണത്തിന് ഭഗവത്ഗീത പറയുന്നത് എന്താണ്? വയലൻസാണ്. അതിൽ നോൺ വയലൻസ് ഉണ്ടെന്ന് ഗാന്ധി പറയും, പക്ഷേ ഭഗവത്ഗീത വായിച്ചവർ പറയില്ല. ബൈബിളിൽ ഒരു ഘട്ടത്തിൽ പഴയ നിയമത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? പൂർണ്ണമായും വയലൻസാണ്. ഒരു ഘട്ടത്തിൽ നമ്മൾ മറ്റൊരു മതം, ഇപ്പം നമ്മൾ ഖുർആൻ എടുത്ത് നോക്കിയാലും അതിലും ഒരു ഘട്ടത്തിൽ സാഹോദര്യത്തെക്കുറിച്ച് പറയുമ്പോഴും പ്രവാചക നിന്ദയ്ക്ക് ശിക്ഷ വിധിച്ചിരിക്കുന്നത് ക്രൂരമായ വയലൻസിലാണ്. ആ വയലൻസ് മതത്തിൻ്റെ പ്രൊഡക്റ്റാണ്, മതത്തിൻ്റെ സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ ആ മതത്തിൻ്റെ ദൈവത്തിന് വയലൻസിൻ്റെ രൂപമാണ് ചേരുന്നത്. അപ്പോൾ കൂടുതൽ മതാത്മകമായാൽ കൂടുതൽ വയലൻ്റായ ദൈവത്തെ നിങ്ങൾ ഇഷ്ടപ്പെടും. നിങ്ങൾ കൂടുതൽ മതരഹിതമായാൽ സമാധാനപ്രിയരാവും. ഫിൻലാൻഡിനെ നോക്കൂ, നിങ്ങൾ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളെ നോക്കൂ, അവിടെ പള്ളികൾ അടച്ചുപൂട്ടി ബാറുകൾ വരുന്നു. ക്രൂരമായ ദൈവത്തിന് പകരം ചിരിക്കുന്ന, ആനന്ദിക്കുന്ന, ഹാപ്പിനെസ് ഇൻഡെക്സ് കൂടുതലുള്ള സമൂഹത്തെ കാണുന്നു. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ പള്ളികൾ പോകുന്നു, പകരം അവിടെ ബാറുകൾ തുടങ്ങുന്നു. ബാറുകൾ തുടങ്ങണോ വേണ്ടയോ എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യം. പക്ഷേ എന്നാലും ആനന്ദതുന്ദലിതമായ മനസ്സോടുകൂടി മനുഷ്യർ അവിടെ ഉണ്ടാവും. അത്രയേ ഉള്ളൂ.